നമ്മളൊക്കെ ഫോണിൽ സ്ക്രീൻഷോട്ട് എടുക്കലുണ്ട്. എങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കുക? ഇപ്പൊ അധിക ഫോണിലും സ്ക്രീൻഷോട്ട് എടുക്കൽ വളരെ എളുപ്പമാണ്. ഈ ക്വിക്ക് സെറ്റിംഗ് പാനൽ താഴേക്ക് താത്തിയാൽ ഇവിടെ സ്ക്രീൻഷോട്ടിന്റെ ഐക്കൺ കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ടാൽ സ്ക്രീൻഷോട്ട് കിട്ടും. ചില ഫോണിൽ അത് കിട്ടിയില്ലെങ്കിൽ വോളിയം കുറയ്ക്കുന്ന ബട്ടണും പവർ ബട്ടണും കൂടി ഒന്നിച്ച് ഞെക്കിയാൽ സ്ക്രീൻഷോട്ട് എടുക്കുക. അങ്ങനെ പല രീതിയിലും സ്ക്രീൻഷോട്ട് എടുക്കാം. ഇങ്ങനെ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുന്ന നേരം ഇപ്പൊ ഞാനൊരു സ്ക്രീൻഷോട്ട് എടുത്ത് ഈ സ്ക്രീൻഷോട്ട് എടുത്താൽ അത് ഫുള്ളായിട്ട് ആ സ്ക്രീന് ഫുള്ളായിട്ടാണ് വരിക. എന്നാൽ നമുക്ക് സ്ക്രീനിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം സ്ക്രീൻഷോട്ട് എടുക്കണം. അതായത് ഈ പേജ് നമുക്ക് ഫുള്ളായിട്ട് വേണ്ട, ഈ ഒരു ഐക്കൺ മാത്രം, അല്ലെങ്കിൽ ഇതിലുള്ള എന്തെങ്കിലും ടെക്സ്റ്റ് മാത്രം, അതൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കുക. അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എടുത്ത സ്ക്രീൻഷോട്ട് എഡിറ്റ് ചെയ്യണ്ടേ. എന്നാൽ നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം സ്ക്രീൻഷോട്ട് എടുക്കുകയുള്ള ഒരു മെത്തേഡാണ് ഈ വീഡിയോ. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന സെലക്ഷൻ എന്ന് പറയുന്ന ചെറിയൊരു ആപ്ലിക്കേഷൻ. ഈ സെലക്ഷൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക. 1 MB പോലും ഇല്ലാത്ത ഒരു ആപ്ലിക്കേഷനാണ്, വളരെ ലൈറ്റ് ആയിട്ടുള്ള. ഇത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഒരു ഇമോജിന്റെ ഐക്കൺ കാണും, അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ ചെയ്യുന്ന നേരം ഒരു പെർമിഷൻ ചോദിക്കുക, അതും കൊടുക്കുക. ഇത്രയും ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. പിന്നെ നമുക്ക് സ്റ്റാർട്ട് നൗ എന്നുള്ള ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. കഴിഞ്ഞു. ഇനി നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കേണ്ട സമയത്ത് നമുക്ക് ഇതിലുള്ള കുറച്ച് ഭാഗം സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ നമ്മളെ ക്വിക്ക് സെറ്റിംഗ് പാനൽ ഇങ്ങോട്ട് താത്തി കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെ ഈ സെലക്ഷൻ ആപ്ലിക്കേഷൻ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഭാഗം വരും. അത് ഏത് ഭാഗമാണോ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കേണ്ടത് അവിടത്തേക്ക് ക്രോപ്പ് ചെയ്ത് വെക്കുക. എനിക്കിപ്പോൾ ആ ഗൂഗിളിന്റെ ഐക്കൺ മാത്രം സ്ക്രീൻഷോട്ട് എടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരിക. അത് മാത്രം ഞാനിവിടെ സെലക്ട് ചെയ്ത് അതിനുശേഷം ഇവിടെ താഴെ ഒരു ടിക്ക് മാർക്ക് കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്താൽ നമ്മളെ സ്ക്രീൻഷോട്ട് റെഡിയായി. ഇനി നമുക്കിത് സോഷ്യൽ മീഡിയ ഷെയർ ചെയ്യുകയോ എവിടെ വേണം ചെയ്യാം. അത് കൂടാണ്ട് നമ്മളെ ഗ്യാലറിയിലും ഇതുണ്ടാവും. ഗ്യാലറിയിൽ എടുത്താൽ എങ്ങനെയാ വരിക നോക്കുക. നമ്മളിപ്പോൾ എടുത്ത ആ സ്ക്രീൻഷോട്ട് അത് മാത്രമായിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് ഇവിടെ വന്നിക്ക്. ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് ഭാഗവും സ്ക്രീൻഷോട്ട് എടുക്കുക. ഒരു അടിപൊളി മെത്തേഡാണ്, ഉപയോഗിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഒരു ലൈക്ക് കൊടുത്തേക്ക് നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തുസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.